ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് EM ആഗസ്തി സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തിയതോടെ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുകയാണ്. കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായി അറിയിച്ച ആഗസ്തിയെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളാണ് വീണ്ടും തിരിച്ചെത്തിച്ചത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനം ഒരുങ്ങുമ്പോഴാണ് വീണ്ടും EM ആഗസ്തിയുടെ തിരിച്ചുവരവ് പ്രഖ്യാപനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും MM മണിയോട് പരാജയപ്പെട്ടിരുന്നു. 50 വർഷത്തിലേറെയായി രാഷ്ട്രീയത്തിൽ സജീവമായ നേതാവാണ് EM ആഗസ്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നതിനിടെ EM ആഗസ്തിയെ സജീവമാക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ശ്രമം നടത്തിയതിനെ തുടർന്നായിരുന്നു തിരിച്ചുവരവ്. ഒരു വൈകാരിക പ്രകടനമായിരുന്നു, അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നി. അതുമാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും വ്യക്തിപരമായി ബന്ധമുള്ള രമേശ് ചെന്നിത്തല എന്നെ നേരിട്ട് വിളിച്ച് അപ്രകാരം ഒരു തീരുമാനം ഉണ്ടാവരുതെന്ന് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ സജീവമാകാൻ. കോൺഗ്രസ് പാർട്ടി വിടുമെന്നുമല്ല പറഞ്ഞിരുന്നത്, സദസ്സിലുണ്ടാവും വേദിയിലുണ്ടാവണ്ട എന്നൊരു തീരുമാനമാണ് പറഞ്ഞിരുന്നത്. വേദിയിലും സദസ്സിലും ഉണ്ടാകണം എന്ന രമേശിന്റെ അഭ്യർത്ഥനയെ മാനിക്കുന്നു. കൂടുതൽ സജീവമാകും. EM ആഗസ്തി സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തിയതോടെ ഇത്തവണ മത്സര രംഗത്തുണ്ടാകുമോ എന്ന ചോദ്യവും സജീവമാകുന്നുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.